ചങ്കളെ വിലക്കുറവിൽ എവിടെ സ്ഥലം കിട്ടാണ്ടെങ്കിലും അത് നമ്മൾ നിങ്ങളെ മുന്നിൽ കണ്ടെത്തിക്കും കേട്ടോ. അത് ഇപ്പം ദുനിയാവിൻ്റെ ഏത് കോണിലാണ് ഉണ്ടെങ്കിലും കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ കർണാടകയിലും മഹാരാഷ്ട്രയിലൊക്കെ പോയിട്ട് റബ്ബർ തോട്ടം പാടത്തിനെടുക്കുന്നുണ്ട്. അവിടെ പോയി നിങ്ങൾ റബ്ബർ തോട്ടം പാടത്തിനെടുക്കണ പൈസ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മളെ കേരളത്തിൽ നിൽക്കുന്ന നല്ല റബ്ബർ തോട്ടം തന്നെ സ്വന്തമാക്കട്ടോ. ഇന്നിപ്പോൾ നമ്മൾ നിങ്ങൾക്കും വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഈ ജാതി മുതൽ റബ്ബറുള്ള ഈ കാണുന്ന 10 ഏക്കർ പ്ലോട്ട് 10 ഏക്കറിൽ റബ്ബറും കവുങ്ങും ആയിട്ടുള്ള ഈ ഒരു സ്ഥലമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിന് ഈ ഓണർ ചോദിക്കുന്ന വില പറഞ്ഞാൽ ഏക്കറിന് വെറും 8.5 ലക്ഷം റുപ്യാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോണ ചാനൽ ആദ്യമായിട്ട് കാണുമല്ലോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളി. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്തോളി കേട്ടോ. പിന്നെ നിങ്ങളെ വീഡിയോസ് അല്ല പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം പറഞ്ഞു കേട്ടോ. ഈ റോഡ് വരുന്ന നമുക്ക് കൊന്നക്കാർന്ന് വരുന്ന റോഡാണ്. കൊന്നക്കാർന്ന് ഏകദേശം 2.5 കിലോമീറ്റർ ദൂരമാണ് കേട്ടോ. നമുക്ക് അച്ചങ്കല്ല് വെള്ളച്ചാട്ടത്തിൻ്റെ അതിലാണ് ഈ റോഡ് വരുന്നത്. ഇവിടെ വരെയാണ് നമുക്കിത് ടാറിങ്ങുള്ളത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം നമുക്ക് മണ്ണ് റോഡാണ് വരുന്നത്. നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്ന നമുക്ക് ബളാൽ പഞ്ചായത്താണ്. അതുപോലെ വില്ലേജ് മാലമാണ്. ജില്ല കാസർഗോഡാണ്. പിന്നെ വെള്ളരിക്കുണ്ട് താലൂക്കിലും പെട്ടിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇനി നമുക്ക് അങ്ങോട്ട് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് അവിടുത്തെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പോയി കാണാം. അപ്പോൾ നമ്മൾ പ്ലോട്ടിനകത്തോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്ഥലത്തിൻ്റെ അതിരിതായി ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ റോഡിന് താഴോട്ട് കാണുന്നതാണ് നമ്മളെ സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ. മൊത്തം 10 ഏക്കർ സ്ഥലമാണ്. പിന്നെ നമുക്ക് ഈ റോഡ് വരുന്ന പഞ്ചായത്ത് റോഡാണ്. പഞ്ചായത്ത് റോഡിനോട് ചേർന്നിട്ടാണ് നമ്മളെ സ്ഥലം വരുന്നത്. ഇനിയിപ്പോൾ കറണ്ടിൻ്റെ കണക്ഷനൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ഫാമൊക്കെ തുടങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് കറണ്ടിൻ്റെ കണക്ഷനൊക്കെ എടുക്കാൻ സൗകര്യത്തിനുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിൽ നമുക്ക് ഏകദേശം കുറേ അങ്ങ് വരണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് അങ്ങോട്ട് പോയിട്ട് അതും കൂടെ ഒന്ന് മൊത്തം പോയി നോക്കാം കേട്ടോ. അതാ ഈ താഴോട്ട് കിടക്കണ തന്നെയാണ് നമ്മളെ സ്ഥലം എന്ന് പറയുന്നത്. ഇനി വാ അങ്ങോട്ട് പോയി നോക്കാം നമുക്ക്. ഇപ്പം നമ്മൾ റോഡിൻ്റെ ഏകദേശം സെൻറ്റർ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് റോഡിൻ്റെ മേലെ ഭാഗത്തോട്ട് അങ്ങോട്ട് അവിടെ വീടുകളെല്ലാം ഉണ്ട്. അതുപോലെ നമുക്ക് ഈ റോഡ് ഇപ്പോൾ വരുന്നത് അച്ചങ്കല്ല് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് വരുന്ന റോഡാണ്. നമുക്ക് ഈ റോഡ് ഫ്രണ്ടേജ് ഏകദേശം ഒരു 150 മീറ്ററോളം നമുക്ക് ഈ ഒരു റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന റോഡ് നമ്മുടെ പ്ലോട്ടിൻ്റെ ഉള്ളിൽ കൂടെ താഴെ വരെ ചെല്ലുന്ന റോഡാണ് കേട്ടോ. താഴെ നമുക്ക് കൊന്നക്കാർന്ന് മഞ്ചക്കൽ പോണ ടാറിങ് റോഡ് ഉണ്ട്. ഈ റോഡ് അങ്ങോട്ട് ചെന്ന് കണക്റ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് പ്ലോട്ടിൻ്റെ താഴെ ഭാഗത്തുനിന്നും റോഡ് സൗകര്യം ഉണ്ട് ഇങ്ങോട്ട് പ്ലോട്ടിനകത്തോട്ട് വരാൻ. ഈ റോഡിനും വരാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ഒരു പോസ്റ്റ് കണ്ടോ. ഈ പോസ്റ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മുകളിലോട്ട് ഒരു 3 പോസ്റ്റും കൂടി ഉണ്ട്. ആ 3ാമത്തെ പോസ്റ്റിൻ്റെ അവിടം വരെയാണ് നമ്മളെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിൽ എൻഡ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് ബാക്കി മരങ്ങളും ഡീറ്റെയിലും മൊത്തത്തിലൊന്ന് പോയിട്ട് കാണാൻ. പിന്നെ നമ്മളെ ഒരു പ്ലോട്ടിനകത്ത് ഇതാണ് നമ്മളെ പറമ്പിൻ്റെ മേലെ ഒരു കിണറുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഇഷ്ടം പോലെയുള്ള വെള്ളമുള്ള കിണറാണ്. നമുക്കൊന്ന് ചെറിയ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. താഴോട്ട് ഹോസിട്ട് കൊണ്ടുപോകുന്ന കിണറാണ് കേട്ടോ അതുള്ളത്. അല്ല നമ്മളെ പ്ലോട്ടിൻ്റെ മേലെ ഭാഗത്തുനിന്ന് താഴോട്ടുള്ളൊരു ഏകദേശം ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിസോർട്ട് ഹോം സ്റ്റേ ഹട്ടുകളൊക്കെ തുടങ്ങാൻ പറ്റിയ നല്ല കിടിലം കിടുക്കാച്ച് മുതൽ സ്ഥലമാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ ഒന്ന് നോക്കിയാൽ നിങ്ങൾ കണ്ടോ ഏതാ മുതൽ. ഇനി നമുക്ക് താഴെ പോയിട്ട് റബ്ബറുകളും മൊത്തത്തിലൊന്നും പോയി കാണാൻ നമുക്ക് കേട്ടോ. റബ്ബർ മരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 1.5 റബ്ബർ മരങ്ങൾ ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങളിത്. നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് മൊത്തം 1500ഓളം റബ്ബറുകളാണ് ഇതേമാർക്കുള്ളത് കേട്ടോ. ഇനി ഇങ്ങോട്ട് വലിയൊരു മരം നോക്കിയാണെങ്കിൽ 105 ഇനത്തിൽ പെട്ടുള്ള റബ്ബറുകൾ കത്തി വെക്കാൻ പ്രായമായിട്ട റബ്ബറുകൾ. ഇതുവരെ കത്തി വെക്കാത്ത മരമാണ് കേട്ടോ. നല്ല കിടിലം വണ്ണുള്ള മരങ്ങളാണ്. ഇത് കണ്ടില്ല നിങ്ങൾ. ഇനി ഇങ്ങോട്ട് വരി. ഇത് കണ്ടില്ല നിങ്ങൾ. നമ്മൾ ഈ ഒരു പ്ലോട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു ആയുഷ്കാലം മൊത്തം കണ്ട് ടാപ്പിംഗ് ആക്കി എടുക്കട്ടെ. ഏകദേശം 12ാം വർഷം പ്രായമായിട്ടുള്ള മരങ്ങളാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത് കേട്ടോ. ഇനി നിങ്ങൾ നോക്കിയാണ് ഇത് കണ്ടില്ല നിങ്ങൾ. ഫുള്ള് പ്ലാറ്റോറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫുള്ള് ക്ലിയർ ആയി കിടക്കണതാണ് എല്ലാ പ്ലാറ്റോറും. ഇങ്ങോട്ട് നോക്കി. ഇനി ഇവിടുന്ന് മേലേക്ക് അങ്ങോട്ടുള്ള വ്യൂ ഒന്ന് നോക്കിയാണ് ഫുള്ള് തെളിഞ്ഞ് കിടക്കുക. കാടെല്ലാം കൊത്തി നല്ല നീറ്റാക്കി നോക്കി കൊണ്ടു കിടക്കുന്ന ഒരു തോട്ടമാണ് കേട്ടോ. അതും എല്ലാ പ്ലാറ്റോറും ടാപ്പിംഗ് ആക്കി നടക്കാനും പാലെടുത്തും കൊണ്ട് നടക്കാനാണെങ്കിലും ഒക്കെ സുഖമാണ്. കിട്ടുമോ ഈ ജാതി മുതൽ? അതും വെറും 8.5 ലക്ഷം റുപ്യക്ക് കിട്ടും. ഈ ജാതി ഒരു മുതൽ നിങ്ങൾക്ക് എവിടെയില്ല. അതും റബ്ബർ തോട്ടം. ഇനി ഇങ്ങോട്ട് വരിക. നമ്മൾ ഈ റബ്ബറിൻ്റെ ഇടയ്ക്കെല്ലാം ഫുള്ള് കവുങ്ങെല്ലാം വെച്ചിട്ടുണ്ട്. ഏകദേശം 700ഓളം കവുങ്ങുകൾ നമ്മൾ ഈ ഒരു റബ്ബറിൻ്റെ ഇടയ്ക്കെല്ലാം വെച്ചിട്ടുണ്ട്. കായ്ക്കുന്നതും കായ്ക്കാനായതുമായിട്ടുള്ള 700ഓളം കവുങ്ങുകളാണ് കേട്ടോ. നോക്കിയേ ഇതെല്ലാം കായെല്ലാം പിടിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് നോക്കണതാണ് കവുങ്ങല്ലോ. നോക്കിയേ നല്ലോണം കായെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പ്ലോട്ടുകൾ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാസർഗോഡ് നിന്നൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ 60 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ കാഞ്ഞങ്ങാടുന്നാണ് വരുന്നുണ്ടെങ്കിൽ ഒരു 47 കിലോമീറ്ററും. പിന്നെ നിങ്ങൾ കോട്ടയത്ത് നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു 412 കിലോമീറ്റർ ദൂരമുള്ളത്. നമുക്കിവിടെ കൊന്നക്കാട് എത്തിക്കഴിഞ്ഞാൽ കൊന്നക്കാടിന് 2.5 കിലോമീറ്റർ ദൂരമുള്ളൂ. കൊന്നക്കാട് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇപ്പോൾ കോട്ടയം, കൊല്ലം, പത്തനംതിട്ട, പാല ഭാഗങ്ങളിലോട്ടൊക്കെ ഇഷ്ടംപോലെ ബസ് സർവീസ് ഉണ്ട്. പ്രൈവറ്റ് ബസ് ആണെങ്കിലും അതുപോലെ KSRTC ബസ്സുകളൊക്കെ ആണെങ്കിലും നമുക്ക് ബസ് സർവീസ് ഉള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ എന്നൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 17 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ പ്ലോട്ടിനകത്ത് വെക്കുന്നത് ഇതേമാർക്ക് കായ്ക്കുന്ന ജാതി ഏകദേശം ഒരു 15ഓളം ജാതി മരങ്ങളുണ്ട് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരും. ഇത് കണ്ടില്ല നിങ്ങൾ ബഡ് ജാതിയാണ് ഇപ്പോൾ ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. ഇതാ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഉണ്ട്. ഈ ഭാഗത്തുണ്ട് കേട്ടോ. നോക്കിയേ
ഇതിലൊക്കെ നിറയെ കായ പിടിച്ചിട്ടുണ്ട് കണ്ടോ, നിറയെ കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേമാതിരിക്ക് 15ഓളം ജാതി മരങ്ങൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ അടുത്തുള്ള സ്കൂൾ സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മാലോത്ത് കസബ സ്കൂളാണുള്ളത്, ഹയർ സെക്കൻഡറി സ്കൂൾ അങ്ങോട്ട് 3 കിലോമീറ്റർ ദൂരമാണുള്ളത്. പിന്നെ നമുക്ക് കൊന്നക്കാട് എത്തിക്കഴിഞ്ഞാൽ ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇടയ്ക്ക് പള്ളിയിലൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച് നമുക്ക് കൊന്നക്കാട് എത്തിക്കഴിഞ്ഞാലുണ്ട്. പിന്നെ ഇനി ഇങ്ങോട്ട് വരും, നമ്മളിപ്പോൾ റബ്ബർ കണ്ടു, കവുങ്ങ് കണ്ടു, ജാതി കണ്ടു. പിന്നെ ഇനി നമ്മളെ പറമ്പിൻ്റെ സൈഡ് വഴി അതിരുവഴി എല്ലാം എന്താക്കുന്നത് തെങ്ങാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഏകദേശം ഒരു 10-15ഓളം തെങ്ങുണ്ട്, നല്ല കായ്ക്കുന്ന തെങ്ങ് കണ്ടില്ല ഞങ്ങൾ, ഒക്കെ നല്ല കായ്ക്കുന്ന തെങ്ങുകളാണ്. നമുക്കിപ്പോൾ വീട്ടിലാവശ്യത്തിന് ഉപയോഗിക്കാനാണെങ്കിലോ കറിക്ക് അരയ്ക്കാനോ ഇനിയിപ്പോൾ എല്ലാം എണ്ണ ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ തേങ്ങയും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോളേ നമ്മളിപ്പോൾ പറമ്പിൻ്റെ നമ്മളെ താഴെ ഭാഗത്തുള്ള അതിരിൻ്റെ അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് അതിരിനോട് ചേർന്ന് തന്നെ അടുത്ത് തന്നെ വീടുകളുണ്ട് ഈ ഒരു ഭാഗത്തോട്ട്. പിന്നെ ഈ റോഡ് വരുന്ന നമുക്ക് താഴെ ഭാഗത്തു നിന്നുള്ള ടാറിങ് റോഡിൻ്റെ അവിടെ നിന്ന് വരുന്നതാണ്. നമ്മൾ ഈ ഒരു തോട്ടം കഴിഞ്ഞാൽ നമുക്ക് താഴെ വേറെ റബ്ബർ തോട്ടം ഉണ്ട്, അത് കഴിഞ്ഞാലാണ് നമുക്ക് ടാറിങ് റോഡ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് താഴെ കൂടെ നമുക്ക് പ്ലോട്ടിനകത്തൂടെ വരാം, മേലെ കൂടെയും പ്ലോട്ടിനകത്തൂടെ വരാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലോട്ടിൻ്റെ ഏറ്റവും താഴെയുള്ള ടാറിങ് റോഡിൻ്റെ അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഈ റോഡ് വരുന്ന നമുക്ക് കൊന്നക്കാട് നിന്ന് വരുന്ന റോഡാണ്. ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മഞ്ചുച്ചാൽ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന മണ്ണ് റോഡിനാണ് നമുക്ക് പോകേണ്ടത്. ആ കാണുന്ന റബ്ബർ തോട്ടം കണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മേലെ കാണുന്നതാണ് നമ്മളെ തോട്ടം ഉള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെങ്കള നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ലോ ബഡ്ജറ്റ് റേറ്റിലാണ് ഇതിൻ്റെ ഓണർ വില ചോദിക്കുന്നത്. വെറും 8.5 ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്നത്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെരിവൊക്കെ ഉള്ള തോട്ടമാണ്. ഡയറക്റ്റ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഓണറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം അല്ലേ. ഓണറുടെ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ അറിവിൽ ഇതേപോലെ റബ്ബർ തോട്ടങ്ങളൊക്കെ കുറഞ്ഞ വിലയുടെ റബ്ബർ തോട്ടങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്ന ചങ്കൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പടപെട്ടാന്ന് പറഞ്ഞ് ഷെയർ ചെയ്തോളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ ഇതേപോലെ കുറഞ്ഞ വിലക്കുള്ള സ്ഥലങ്ങളോ കണ്ണൂർ ജില്ലയിലോ കാസർഗോഡ് ജില്ലയിലോ എവിടെയൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ വഴി പരസ്യമൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളി. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ അറിയാൻ താഴെ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ഓണറുടെ നമ്പറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളി. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലേ. ബൈ.